അപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ ഡ്രൈവ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്, നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളൊരു കാര്യം. ആ എക്സ്പീരിയൻസുകൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇതിന് വേണ്ടിയിട്ട് മാരുതി ഒരു ട്രാക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാനോ ഒരു വണ്ടി ഇങ്ങനെ ചെരിഞ്ഞ് വരുന്നത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ ഫീച്ചറുകളാണ് യൂസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. ആ ഒരു വീൽ ഇപ്പോൾ എയറിൽ ഒന്ന് കറങ്ങും. യെസ് എവിടെയൊക്കെയാ അടിപൊളി. ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാം. സോ നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യം ഏത് ട്രാക്കിലേക്കാണ് പോകുന്നത് നോക്കാം. ഇപ്പം ഒരു ബബ്ലി ഏരിയയിലൂടെയാണ് പോയിക്കൊടുക്കുന്നത്. അടിപൊളി സസ്പെൻഷൻ, നൈസ് ആട്ടോ, ബാലൻസ് ചെയ്യുന്ന സസ്പെൻഷനാണ്. സോ നമ്മളൊരു വലിയ ഇറക്കത്തിലേക്ക് ഇറങ്ങണം. 25 ഡിഗ്രി സ്ലോപ്പ്, റൈറ്റ്? ഓക്കെ, ശരി. ഓ മൈ ഗോഡ്, ഇങ്ങനെ ഇരുന്നിട്ട് not hitting the approach angle. Yes. Oh my god. വണ്ടി ശരിക്ക് കുത്തന അടിപൊളി. ശരിക്കും ഇപ്പം എനിക്ക് അങ്ങോട്ടൊന്നും കാണൂല, ഇത്രയും അടിപൊളി. Now we'll be going on a steep ascent. Alright. ചെറിയൊരു മൊമെന്റ് കൊടുത്തിട്ട് കയറി പോ. ഈശു സിമ്പിളായിട്ട് കയറി വന്ന് സൂപ്പർ, അടിപൊളി, ഭയങ്കര സിമ്പിളായിട്ട്. അതായത് ഞാൻ അത്രയും വലിയൊരു കുഴിയിലേക്ക് ഇറങ്ങിയ ഫീൽ തിരിച്ച് കയറുമ്പോൾ എനിക്ക് കിട്ടിയില്ല. അത് അടിപൊളിയായിട്ടോ, സിമ്പിളായിട്ട്. അതായത് വീൽ സ്പിന്ന് പോലും വന്നില്ല, അതായത് ട്രാക്ഷൻ മിസ്സാവുന്ന പ്രശ്നമൊന്നും ഫീൽ ചെയ്തില്ല. അടിപൊളി. നമ്മളൊരു കണ്ടെയ്നർ അത്ര ഉയരത്തിലുള്ള ഒരു ഇതിലേക്ക് നമ്മൾ കയറ്റാൻ പോവാണ്. എന്നിട്ട് അതേപോലെ ഇറക്കും. You can see the hill descent control was on. അപ്പോൾ എത്രയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഹില്ല് കയറാൻ പോവാണ്. അതിൻ്റെ പകുതി വെച്ച് നമ്മൾ നിർത്തും. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഹിൽ ഹോൾഡ് കൺട്രോൾ, പിന്നെ അതുപോലെ തന്നെ അത് ഇറങ്ങുന്ന സമയത്ത് ഹിൽ ഡീസെൻറ്റ് കൺട്രോൾ. അത് എന്തും ആ രണ്ട് ടെക്നോളജി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റെഡി റെഡി റെഡി. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. ന്യൂട്രൽ ഇട്ടതിന് ശേഷം ബ്രേക്ക് കാലെടുത്തു. 2 3. This is a hill hold assist technology. 3 സെക്കൻഡ് അനങ്ങിയത് പോലും അവിടെ തന്നെ വന്നു. Okay, we'll be going back and start again. Oh, 1 2 3 റിവേഴ്സ് ഇറങ്ങി. അടിപൊളി. ഇനി നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് കയറാൻ പോകും. റെഡി 1 2 3 സ്റ്റാർട്ട്. Brake. Oops. Just to switch on the 360 view. We are at a 3, you can see that at 20 feet height, and you can see the camera 360 view. Yes. We are in the top. 20 ഫീറ്റിൻ്റെ കണ്ടെയ്നറിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഒറ്റ ത്രോട്ടിൽ കയറി വന്നു. സിമ്പിളായിട്ട് കയറി കേട്ടോ, അതായത് വലിയ എഫേർട്ടൊന്നും വന്നില്ല. Go ahead. Now you can see the ground. Yes. Clutch be pressed. Okay. Keep your foot on the floor. Release the brake. You can see that hill descent control got activated. അതായത് ഇത് ഇറങ്ങുന്ന സമയത്ത് ഒരു ഗ്രിപ്പ് ശരിക്കും വാഹനത്തെ, അതായത് ഓവർ സ്പീഡിൽ പോയിട്ട് അവിടെ ഹിറ്റ് ചെയ്യാതിരിക്കുന്ന തരത്തിൽ ഒരു ഗ്രിപ്പ് ഇങ്ങനെ, അത് നമുക്ക് ശരിക്കും സൗണ്ട് പോലെ കേൾക്കുന്നുണ്ട്. The sound is we can hear, right? Yeah, that's hill descent control. Yeah. It comes in a 10 km/h speed. 10 km. Oh, so they will maintain in 10 km/h. Yeah, it's some maintain 10 km/h speed. So ക്ലച്ച് മാത്രം കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങാം, കൺട്രോൾ പോകുന്ന പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഹിൽ ഡീസെന്റ് കൺട്രോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അടിപൊളി. സോ നമ്മൾ വീണ്ടും ടേൺ എടുക്കാണ്, കഴിഞ്ഞിട്ട് ആർട്ടിക്കുലേഷൻ ഏരിയയിലേക്ക് പോവാണ്. ഇവിടെ ഓരോ ടയറും ഓരോ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇത്രേ ഉള്ളൂ. അതായത് ഓൾ വീൽ ഡ്രൈവിൻ്റെ ടെക്നോളജീനെ നമ്മളൊന്ന് റിയലൈസ് ചെയ്യാണ്. അപ്പം ഇതൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം കുഴിയും ഒരു ഭാഗം ഫ്ലാറ്റും ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടേക്ക് ഇറക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു വീൽ എയറിൽ വരും. അപ്പോൾ ആ വീലിനെ വർക്ക് ചെയ്യിപ്പിക്കാതെ ബാക്കി 3 വീലിലേക്കും പവർ കൊടുക്കും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അതിലേക്ക് കയറാം. ഇപ്പോൾ ശരിക്കും ബാക്കിലത്തെ ടയർ എയറിലാണ്. യെസ്. ഓ, ഇപ്പോൾ ഈ സൈഡ് എയറിലായി. അടിപൊളി, നൈസ്. ഏതെങ്കിലുമൊക്കെ ഒരു ടയർ എപ്പോഴും എയറിലായി നിൽക്കുന്ന തരത്തിലാണ് ഇതിനെ ക്രമീകരിച്ചത്. അടിപൊളി സംഭവം. വലിയ എഫേർട്ടൊന്നും ഇല്ല കേട്ടോ. അടിപൊളി. ശരിക്കും കയറി വരുന്നുണ്ട്. അടിപൊളി. ചെരിച്ചിറക്കം പോകുന്നു. സ്ലോപ്പിംഗ്, റൈറ്റ്? Yeah, sloping. Yeah. Yes. സോ നമ്മളൊരു ചെരിച്ചിറക്കലിലേക്ക് പോവാണ്. Start cutting towards your right. Pull right. Leave the brakes. Release the brakes. Okay. The hill descent. Hill descent control. പതുക്കെ ഇറക്കി മതി. Stop.
ആ ചെരിവ് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, കൂളായിട്ട് ഇറങ്ങി വന്നു. ആ ഹിൽ ഡീസൻ കൺട്രോൾ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. ശരിക്കും ഒരു എക്സസൈസ് ആണ്, അതായത് ഈ ഫംഗ്ഷനൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ടെക്നോളജീനെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ചെളിയായിട്ടുള്ളൊരു പ്രദേശമാണ്. ഈ പ്രദേശത്തിൽ 3 മോഡുകളാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. മഡ്, സ്നോ ആൻഡ് സ്പോട്ട്. 3 റൗണ്ട് അടിക്കും, 3 റൗണ്ടും 3 മോഡിലാണ്. സോ സ്റ്റാർട്ട് ചെയ്യാം. Yes, start and you need to give continuous throttle, sir. Okay. That's ready. Give throttle. Now in Snow mode. Snow mode. Give throttle. Very good. Give throttle. Give throttle. അയ്യോ, സ്ലിപ്പ് ആവുമ്പോൾ ബാലൻസ് ചെയ്ത് നിർത്തുന്നുണ്ട്. അടിപൊളി. ഇതാണ് സൂപ്പർ. Now I'm putting it in sports mode. Sport mode? Yeah. Give throttle. Oh. You'll feel the difference. Yes. The throttle response is aggressive. സൂപ്പർ. ഇപ്പൊ കുറച്ചും കൂടി സ്പീഡിലേക്ക് കയറി വരുന്നുണ്ട്. മഡ്ഡന്നെ അത് ഫുൾ ഭയങ്കരമായിട്ടുള്ള ചെളി. Now we'll be going in a all-wheel drive mode, lock mode. Lock mode. ഇനി ലോക്ക് മോഡിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അടിപൊളി. ഡ്രിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ Start cutting towards your left. No problem. Slow. Okay, no issue. Yeah. Good. We'll be going at അടിപൊളി. സൂപ്പർ എക്സ്പീരിയൻസ് ആയിട്ട് ഓരോ മോഡിലുള്ള ആ ഒരു ഫീൽ ശരിക്കും ഡിഫറൻസ് ചെയ്യുന്നു. സ്പോർട്ടിലേക്ക് വരുമ്പോൾ കൂടുതൽ അഗ്രസീവായിട്ട് സ്പീഡ് കൂടിയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സ്നോയിൽ വരുന്ന സമയത്ത് ട്രാക്ഷൻ കുറവാണ്, ലോ റൈറ്റ്? Yeah. Traction is low. So throttle response is very gradual in the snow mode. Okay. Yeah. So ini suspension test. Ground clearance, suspension. Give throttle. Here we require. Leave the clutch. Give throttle. Give throttle. Yes. Ground clearance ന്റെ ടെസ്റ്റ് ആണ് ശരിക്കും. അതായത് വണ്ടി എങ്ങനെ ഇതാക്കിയിട്ടും ഒരു കുഴപ്പമില്ല, അടി തട്ടുന്ന പ്രശ്നങ്ങളില്ല. Right. അത് വിളിച്ച്, അതായത് കരിങ്കല്ലുകൾ ഇങ്ങനെ പല സൈസിൽ വെച്ചേക്കാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലൈഡ് ഇൻക്ലൈൻസ്. സോ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടയർ അതായത് നമ്മളുടെ ഗ്രൗണ്ടിൻ്റെ അതേ ഹൈറ്റിൽ നിർത്തുകയും വേറൊരു ടയർ കുറച്ച് ഡീപ്പിലേക്ക് ഇറക്കുകയും ചെയ്യണം. അപ്പോൾ ശരിക്കും വണ്ടി ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് പോവുക. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. Slowly, yeah. Yes. Little bit on the left, he's saying. You can see left, yeah. Yes, very good. Straight now. Little right, yes, very nice. Slow. Yeah, straight now, complete straight. ഫ്രണ്ടിൽ നിന്നിട്ട് നമുക്കൊരു കമാൻഡ് തരുന്നുണ്ട്. Very nice. ശരിക്കും കൂടെ ചെരിക്കുന്ന പോലെ വെക്കുന്ന പോലെ ഉണ്ട്. Right. Give throttle. Brake. Little bit on the right. അപ്പൊ ഈ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് റൈറ്റ് സൈഡിലേക്ക് താഴ്ന്നു നിൽക്കുന്ന തരത്തിലായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് താഴ്ന്നു നിൽക്കുന്ന തരത്തിലാണ്. Straight, sir. Yes. Okay. Slow. Little right. ഇത് വിളിച്ചിട്ടാ. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. വണ്ടി ഇങ്ങനെ ചെരിഞ്ഞ് പോകുന്ന സമയത്ത് ബാലൻസ് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതല്ലേ ഹൈലൈറ്റ് കേട്ടോ. അതായത് നമുക്ക് നല്ല കൂളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്ര ചെരിഞ്ഞിട്ടാണെങ്കിൽ പോലും വണ്ടി കയറിപ്പോയി. പിന്നെ ഇവര് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരാൻ ഫ്രണ്ടിലൊക്കെ ഉള്ളതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ലാതെ തോന്നി. ഓക്കെ, നമ്മളിനി ഒരു സീസോയിലേക്ക് കയറാൻ പോകണം, ഒരു മരത്തിൻ്റെ. അപ്പോൾ വന്നിട്ട് വീണോളൂ. Brakes, yeah. Slowly. Very nice. Very nice. Little bit right, he's saying. Little right. Yeah, straight now. Slowly we'll go. വണ്ടിനെ സീസോയിൽ കയറ്റുക. യെസ്, അടിപൊളി. ഇനി ഒരു ഐസ് കട്ടയിൽ കയറ്റാൻ പോകുന്നുണ്ട്. ലോ ട്രാക്ഷൻ. Yeah, low traction. Slippery surface. Low traction surface. Yes. ഐസ് കട്ടകൾ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കയറ്റാൻ പോകണം. യെസ്, സ്നോ മോഡ്. No problem. Give throttle. Stop. Now give throttle. Stop. Brake here only. Now start giving throttle. The wheel will spin now. You can feel that noise coming. Yes. Oh, wheel spin ചെയ്തുകൊണ്ടിരിക്കുന്നു. Give throttle. Yes. And we are out. The traction control system kicked in and we are out. And we'll be going there now. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് പുറത്തേക്ക് ചാടിച്ചു. വെറുതെ കിടന്ന ഐസ് കട്ടം ഇങ്ങനെ വീൽ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലൂടെ നമ്മളെടുത്ത് എന്ത് ചെയ്തു പുറത്തേക്ക് വന്നു. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാഘവ് സാൻ, താങ്ക് യു സോ മച്ച്. Thank you. For a pleasure meeting you, sir. Hope you had a great drive with me. Yes. And we hope you enjoyed the track as well.
ട്രാക്കും നല്ല അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സാധാരണ ഇതിൽ ഇപ്പം ഈ മഞ്ഞിലൊക്കെ ഓടിക്കാനുള്ള എക്സ്പീരിയൻസ് അതുപോലത്തെ ഇതൊക്കെ വളരെ വിരളമായിട്ടാണ് നമുക്ക് കിട്ടുക. പിന്നെ ഓഫ് റോഡ് പോകണം. എന്നാലും താങ്ക് യു സോ മച്ച് ടു ടീം മാരുതി ആൻഡ് യു. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കും ഓഫ് റോഡ് എക്സ്പീരിയൻസ്. നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ പോയ പോലത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അപ്പോൾ അതുവരെ ചെറിയൊരു ബ്രേക്ക്. ബൈ ബൈ.